Hi friends, welcome to my YouTube channel. Please come. ഇന്ന് ഫ്രൈഡേ, സോ ഇന്ന് കുവൈറ്റിൽ ഹോളിഡേ ആണ്. നമുക്കൊന്ന് കറങ്ങാൻ പോവാം. തന്നെയല്ല കേട്ടോ, ഇതാ ഞങ്ങൾ കൊളീഗ്സ് കുറച്ച് പേര് ഒരുമിച്ചാണ്. സോ അടിപൊളിയായിരിക്കും അല്ലേ? വാ നമുക്ക് പോയി നോക്കാം. ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് കൾച്ചറൽ സെൻറ്ററിലേക്കാണ്. ഇന്നത്തെ നമ്മുടെ മെയിൻ ഫോക്കസ് അങ്ങോട്ടാണ്. ഷെയ്ഖ് അബ്ദുള്ള അൽസലാം കൾച്ചർ സെൻറ്റർ. ഇതാണ് ഇന്ന് നമ്മളുടെ ലൊക്കേഷൻ. കുവൈറ്റിലെ സാൽമയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. 3 KD ഇവിടുത്തെ എൻട്രി പാസ്. ഇത് വർത്തായിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ്. കാരണം നമ്മളിതിൽ കയറി നോക്കിയാൽ മാത്രമേ നമുക്കത് എത്രത്തോളം വർത്താണെന്ന് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ, എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും സൂപ്പറായിട്ടാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പോയി കാണേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും തോന്നിപ്പോകുന്ന രീതിയിലാണ് അവിടുത്തെ ഓരോ അറേഞ്ച്മെൻറ്റ്സും മ്യൂസിയത്തിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പേസ് മ്യൂസിയത്തിലെ പ്ലാനറ്റോറിയമാണ്. ശരിക്കും ഒരു ബഹിരാകാശ പര്യവേഷണവും അതിൻ്റെ ഗ്രഹങ്ങളും അതിനെക്കുറിച്ച് കുറേ നല്ല അറിവുകൾ തന്നുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടാലേ അറിയാം, ശരിക്കും ഒരു വിഷ്വൽ ഇമ്പാക്റ്റും കൂടിയാണ് തരുന്നത്. ആ ഒരു സ്പേസിൽ ആ ഒരു ലൈഫിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഓരോ സെറ്റിങ്ങും ചെയ്തിരിക്കുന്നത്. സോ സ്പേസിലെ എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ നേരെ പോകുന്നത് തിയേറ്ററിലേക്കാണ്. തിയേറ്റർ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നില്ല. നല്ല ഗ്രീനിഷ് സീനറിയോട് കൂടി നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. നമുക്ക് വിശ്രമിക്കാനും ഉള്ള സീറ്റുകളുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഗ്ലോബൽ എക്കണോമിയും ഹ്യൂമൻ ഇൻവെൻഷനും ചേരുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ഇവിടെ കാണുന്ന ഓരോ ക്രിയേഷൻസിനും ഇമ്പോർട്ടൻ്റ് നൽകിക്കൊണ്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും നല്ലൊരു ഓഡിയോ വിഷ്വൽ ഇമേജും കൂടെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ്. ശരിക്കും നമ്മൾ നമ്മുടെ നാടിനെ ഒരു നിമിഷം ഓർത്ത് പോകും എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഓരോ അറേഞ്ച്മെൻറ്റും. അതാണ് നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററി ഏരിയ. നമ്മളിവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, നമ്മളിവിടെ ഇൻവൈറ്റ് ചെയ്യുന്നത് തന്നെ വെൽക്കം ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നാണ്. ഫോറസ്റ്റ് ഹൈറ്റ് തൊട്ട് ഓഷൻ ഡെപ്ത് വരെയുള്ള കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റും. ശരിക്കും ഒരു നാച്ചുറൽ ബ്യൂട്ടി ഫീലിങ്സും ഓരോ വിസിറ്റേഴ്സിനും നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചില ടെലിസ്കോപ്പുകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കാരണം കുട്ടികളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന അതാണ്. കാരണം അതിലൂടെ നമുക്ക് പക്ഷികളെയും അവരുടെ ബ്യൂട്ടീനെസ് ഒക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. സോ കുട്ടികൾക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രസൻറ്റേഷൻ. സത്യം പറഞ്ഞാൽ ഈ ലൊക്കേഷൻ പേഴ്സണലി എനിക്ക് സർപ്രൈസ് ആയിരുന്നു. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ആ ഒരു നാച്ചുറൽ ഫീൽ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണല്ലോ ശരിക്കും. അങ്ങനെ നമ്മൾ ഈ അണ്ടർ വാട്ടർ ബ്യൂട്ടീനെസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി കാണുന്നത് കുറേ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ സ്കെലേറ്റൻ കളക്ഷനും അത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതികളുമാണ്. ഒരു മിനി സുവോളജി സ്റ്റഡി വിഷ്വലൈസ് ചെയ്യാൻ നമുക്കിവിടെ പറ്റുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരു 5 to 6 hours നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക.